മഴയ്ക്കൊപ്പമുണ്ടായ ശക്തമായ ചുഴലിക്കാറ്റിൽ വ്യാപക നാശം. വടകര വള്ളിക്കാട് ഭാഗങ്ങളിലാണ് കാറ്റ് നാശം വിതച്ചത്. ചൊവ്വാഴ്ച രാവിലെ 6:30യോടെയാണ് ഏകദേശം അരമണിക്കൂറോളം ശക്തമായ കാറ്റടിച്ചത്. വലുതും ചെറുതുമായ നിരവധി മരങ്ങൾ കടപുഴകി വീണു. വള്ളിക്കാട് സ്വദേശി എടയത്ത് മുരളി, സഹോദരൻ മഹേഷ് എന്നിവരുടെ പറമ്പുകളിലാണ് മരങ്ങൾ വേരോടെ പിഴുതെറിയപ്പെട്ടത്. നിരവധി തെങ്ങുകൾ, കവുങ്ങുകൾ, മാവ്, തേക്ക്, പുളിമരം എന്നിവ നശിച്ചു. ഏകദേശം 35 സെന്റോളം സ്ഥലത്താണ് മരങ്ങൾ കടപുഴകി വീണത്. പറമ്പിൽ വീടില്ലാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ഇവരുടെ തറവാട് വീടിനോട് ചേർന്നുള്ള തേക്ക് മരം കാറ്റിൽ കടപുഴകി വീണ വീടിന്റെ ഓടുകൾ പൊട്ടി. പഞ്ചായത്ത് അധികൃതരും കൃഷിഭവൻ അധികൃതരും സ്ഥലം സന്ദർശിച്ചു. 6:07 സമയത്താണ് പിന്നെ സംഭവിച്ചത്. ഞാൻ വീട്ടിലില്ലായിരുന്നു. ഇവിടുന്ന് പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വന്ന സമയത്താണ് ഏകദേശം നമ്മുടെ പറമ്പിലെ ഏകദേശം ഒരു 30-35 സെൻറ്റ് സ്ഥലത്തോളം മൊത്തം മരങ്ങൾ പോയിട്ടുണ്ട്. അതിലേകദേശം 35-40 കവുങ്ങ്, പിന്നെ 6-7 തെങ്ങ് നഷ്ടപ്പെട്ടു, പിന്നെ 2-3 മാവ്, ഒരു പുളിമരം, അങ്ങനെയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും ഒരു പ്രത്യേക വല്ലാത്തൊരു ശക്തിയിലുള്ള ഇതായിരുന്നു. ഞാനൊക്കെ വരുന്ന വഴി തന്നെ വല്ലാതെ ബുദ്ധിമുട്ടിയിട്ടാണ് വീട്ടിലെത്തി തന്നെ. പഞ്ചായത്തിൽ നിന്നൊക്കെ ആൾക്കാർ വന്നു, അവരുടെ ഇതൊക്കെ കണക്കൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കൃഷിഭവനിൽ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ ആൾക്കാർ വന്നു ഇതൊക്കെ ചോദിച്ചിട്ട് പോയിട്ടുണ്ട്. പക്ഷേ അതിൽ നഷ്ടപരിഹാരവും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അത് എന്ന് കിട്ടും എന്നതിനെ കുറിച്ചിട്ടൊന്നും ഒരു വ്യക്തമായിട്ടുള്ള ഒരു മറുപടി ഒന്നും തന്നിട്ടില്ല. നമ്മളിപ്പോൾ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 2 വർഷത്തിനുള്ളിലൊക്കെ കിട്ടുമായിരിക്കാം. അതല്ലാത്ത കേസായതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഉള്ള സ്ഥിതി വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. വടകരയിൽ ആദ്യമായി 24 മണിക്കൂറും ന്യൂറോ സർജറി വിഭാഗം, സ്പൈൻ സർജറി, എമർജൻസി, ജനറൽ സർജറി, ഓർത്തോ, പീഡിയാട്രിക്, ENT വിഭാഗം, MRI, CT സ്കാൻ, ബ്ലഡ് ബാങ്ക് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ലഭ്യമാണ്. വടകര സഹകരണ ആശുപത്രി. ഫോൺ 0496 2520 600.